ഹലോ. അപ്പോൾ ഇത്തവണത്തെ ഞങ്ങൾ ട്രിപ്പ് മൂകാംബികയിലേക്കാണ്. വേറൊന്നിനുമല്ല, മോളുടെ വിദ്യാരംഭത്തിന് വേണ്ടിയിട്ടാണ് മൂകാംബികയിൽ പോകുന്നത്. അം എൻ്റെ അമ്മ നേർന്നതായിരുന്നു മൂകാംബികയിൽ തന്നെ മോൾക്ക് വിദ്യാരംഭം കുറിക്കണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൂകാംബികയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. രാത്രി 12 മണിക്ക് കൊയിലാണ്ടിയിൽ നിന്ന് ഓക്ക എക്സ്പ്രസ് ഉണ്ട്. അത് നേരെ പോകുന്നത് ബൈന്ദൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിലേക്കാണ്. നേരെ അവിടെ ഇപ്പം കൊയിലാണ്ടി ടു മൂകാംബിക ട്രെയിനിലുണ്ട്. സുഖമായിട്ട് തന്നെ യാത്ര ചെയ്തു. ഞങ്ങൾ AC കോച്ചാണ് ബുക്ക് ചെയ്തത്. മോളുടെ ഒരു കംഫർട്ടിന് നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നേരെ ഒരു 7 മണി ആയപ്പം ഞങ്ങൾ ബൈന്ദൂർ സ്റ്റേഷനിലെത്തി. യാത്ര എത്ര സുഖകരമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് തന്നെ ബൈന്ദൂർ എത്തി. അവിടുത്തെ സ്റ്റേഷൻ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റും വൈബായിരുന്നു കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഫുൾ പച്ചപ്പും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടാക്സി പിടിച്ച് നേരെ മൂകാംബികയ്ക്ക് വിട്ടു. അവിടെ ഒരു 1300 ആയിരുന്നു ടാക്സിക്ക്. അവിടെ നേരെ പോയത് ഞങ്ങളൊരു ജ്യോതിസ് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ബുക്ക് ചെയ്തത്. ഈ ഹോട്ടലും ട്രാവലിങ്ങും ട്രെയിനും ഒക്കെ ബുക്ക് ചെയ്തത് നിമു ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ബുക്കിങ്ങൊക്കെ അവൾ നേരത്തെ മുൻകൂട്ടി ചെയ്തുകൊണ്ട് പോവുക, അവരെ കൂടെ പോവുക വരിക എന്നുള്ളൊരു ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. തൊട്ടടുത്തായിരുന്നു മൂകാംബിക അമ്പലം നേരിട്ട് കാണാം. അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വരാൻ പറ്റുന്ന സൗകര്യത്തിലായതുകൊണ്ട് തന്നെ ഒരു യാത്രയുടെ എന്താ പറയുക, നമുക്ക് ആ ഒരു സുഖമുണ്ടായിരുന്നു. മോൾക്കും ഭയങ്കര ഇഷ്ടമായി. അവിടെ ഇങ്ങനെ അവൾ ഓടി കളിക്കായിരുന്നു. അവിടെ ഒരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഓടിക്കളിക്കുന്ന രസകരമായിരുന്നു. ഇതാണ് അവിടുത്തെ ഇൻറ്റീരിയർ. നല്ലൊരു വൈബായിരുന്നു. മൂകാംബിക അമ്മയുടെ ഫോട്ടോയും ഗണപതി വിഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സ്റ്റാഫായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. അവിടെ എത്തുമ്പോൾ ആദ്യം അത്ര മഴയില്ലായിരുന്നു. പിന്നെ കുറച്ച് മഴയൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ കുറച്ച് സമയം എടുത്തുകൊണ്ട് ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. മസാല ദോശയാണ് കഴിച്ചത്. അവിടെ തന്നെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് കയറി. ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റെഡിയാവാൻ തുടങ്ങി. നേരെ 12 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് മോളുടെ വിദ്യാരംഭത്തിലേക്ക് കുറിച്ചു. അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് പോയി. ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ മൂകാംബിക അമ്മേൻ്റെ അടുത്ത് പോകുന്നത്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേൻ ഇവിടെ വന്നതാണ് അച്ഛൻ്റെയൊക്കെ കൂടെ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അത് മോളെ കൂടെയൊക്കെ വരാൻ പറ്റിയതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ശരിക്കും ഇവിടെ വരണമെങ്കിൽ അത് അമ്മ വിളിക്കണം എന്ന വിശ്വാസം എനിക്കും എല്ലാവർക്കും ഉണ്ട്. നമ്മൾക്ക് എത്ര ആഗ്രഹിച്ചാലും വരാൻ പറ്റണമെന്നില്ല. അമ്മ വിളിക്കണം, എന്നാലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. നേരെ സരസ്വതി മണ്ഡപത്തിൽ പോയി മോളുടെ വിദ്യാരംഭം കുറിച്ചു. എല്ലാം അവളെ പേരൊക്കെ പറഞ്ഞു. അവൾ നന്നായിട്ട് എഴുതി. വാശിയൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അവൾ നന്നായിട്ട് എഴുതി. അത് തന്നെ വലിയൊരു ഭാഗ്യം. അത് കഴിഞ്ഞ് അവിടുത്തെ സ്വാമികൾ അവിടെ എൻ്റെ കയ്യിലെ സ്വർണ്ണമോതിരം വെച്ച് വായിൽ ഓമൊക്കെ എഴുതിപ്പിച്ചു. അവളെല്ലാത്തിനും നിന്നു. സാധാരണ അവൾ നല്ല കുറുമ്പിയാണ്, ഇതിനൊന്നും നിന്ന് തരാത്തതാണ്. പക്ഷേ അവിടെ ദേവിയുടെ ഒരു ആത്മീയത ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്, അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എല്ലാം നല്ല രസമായിരുന്നു. ആദ്യം ഉള്ളിൽ കയറി തൊഴുതിട്ടൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ വിദ്യാരംഭം കുറിച്ചത്. ശരിക്കും ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. അധികം തിരക്കൊന്നുമില്ല. എന്തോ നല്ലൊരു ദിവസമായിരുന്നു. വലിയ തിരക്കില്ല. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നേരെ പോയി അമ്മേനെ തൊഴുതു. ക്യൂ ഒന്നും വലുതായിട്ട് നിന്നില്ല. അതുകൊണ്ട് തന്നെ മോൾക്ക് വലിയ വാശി പിടുത്തൊന്നുമില്ലായിരുന്നു. അവൾക്ക് ഈ ക്യൂ നിൽക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഇത്തവണ സുഖമായിരുന്നു. നേരെ പോയി അമ്മേനെ തൊഴുതു. അത് കഴിഞ്ഞ് വിദ്യാരംഭം കുറിച്ചു. എല്ലാം സുഖകരമായിരുന്നു. അമ്മയും ഞാനും നിമയും മോളും എല്ലാവരും കൂടെ ഒരുപാട് കാലത്തിന് ശേഷം മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ വന്നു. മോൾക്ക് വിദ്യാരംഭം സുഖകരമായി കുറിച്ചു. 1:30 വരെ അവിടെ വിദ്യാരംഭം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 12 മണിക്ക് എത്തി. ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ദർശനമൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ വിദ്യാരംഭം കുറിച്ചു. അത് കഴിഞ്ഞ് നേരെ അവിടെ ചുറ്റിക്കറങ്ങി കണ്ടു. മോളെ എല്ലാം കാണിച്ചു. പിന്നെ അവിടെ നിന്ന് തന്നെ അന്നദാനം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. നല്ല ചോറും സാമ്പാറും മോര് കറിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ അന്നദാനമൊക്കെ കഴിക്കുന്നത്. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാം. അമ്മ മുന്നും ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ അമ്മയ്ക്ക് അറിയുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒരു നല്ല വൈബായിരുന്നു.